സോനമാർഗിലൊക്കെ പോയി വന്ന് റൂമിലെത്തി കുറച്ച് സമയം റൂമിലിരുന്ന് ഫോണൊക്കെ നോക്കി ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. കാശ്മീരിൻ്റെ തെരുവുകളിലൂടെ രാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പുകളൊക്കെ ക്ലോസ് ആണ്. പിന്നെ ഈ ഫുഡ് ഐറ്റംസ് അങ്ങനെ ചില ഷോപ്പുകളൊക്കെ ഇപ്പോഴുണ്ട്. ബജാജിൻ്റെ ഷോറൂമാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഹോട്ടൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പണുള്ളൂ. അതിനൊക്കെ ഇങ്ങനെ പുക പോകുന്നുണ്ട്. ഇന്ന് തണുപ്പുണ്ട് രാത്രി. ഇപ്പം നടന്നിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് എത്തി. കാശ്മീരിൻ്റെ റെഡ് മാപ്പിൾസ് ഫുള്ള് ഇതാണ്. അത് കുറേ ഫ്രൂട്ട്സ്. ഇനി അങ്ങോട്ടാണ് ഒന്നും കൂടെ ഉള്ളത്. കാശ്മീർ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ പ്ലാൻ ആക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഇവിടെ എക്സ്പ്ലോർ ആയിക്കോന്ന് പറഞ്ഞിരുന്നു. അത്രയും വെറൈറ്റി സാധനങ്ങളും ടേസ്റ്റി ഫുഡ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ച ഇവിടെ തന്നെയാണ്, ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. വയറെന്ന് പറഞ്ഞ് ഒരു നോർമൽ ക്യാഷ്. ഓവറൊന്നും പറയാനില്ല, കുറവൊന്നും പറയാനില്ല, അത്യാവശ്യം ഒരു നോർമൽ. ഇവിടെയൊക്കെ ഉണ്ട് ഫുഡുകൾ. കുറേ ഉണ്ട് ഫുഡ് ഷോപ്പ്. എന്താ ഇത് കണ്ണാടി ഫുള്ള് പോകാന്ന് അറിയുന്നല്ലോ. നായ്ക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഏത് വഴിന്ന് ഒന്നും എല്ലാം കൂട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. എന്താ അവിടെ ഒരു ഹോട്ടലുണ്ട്. ഇങ്ങനെ കുറേ ഉണ്ട്. ഈ രണ്ട് സൈഡിലാണ് ഡ്രസ്സാണല്ലോ. ഇവിടെ ഒന്ന് ലഹബ് ബിസ്ട്രോ, രണ്ടും വേറെ വേറെ. എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫുഡ് ടേസ്റ്റ് ചെയ്താൽ പിന്നെ ഇവിടെ പണിയെടുക്കേണ്ടി വരും. ബഡ്ജറ്റ് ട്രാവലേഴ്സ് അല്ലേ, അതൊക്കെ ഒപ്പിക്കാനല്ലേ പറ്റുള്ളൂ. നോക്കട്ടെ, നല്ലൊരു സ്ഥലം നോക്കി കയറണം. എന്താ റോഡ് സൈഡിൽ നായി എന്താ സൈസ് നോക്കിയാൽ. അഗൈൻ മലയാളീസ്. കാശ്മീർ ഹൈബർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ ഒരു മെഡിക്കൽ കണ്ട്. മെഡിക്കൽ ഷോപ്പിലാണ്, അത് ഇഷ്ടം പോലെയുണ്ട്. സ്ട്രീറ്റിൽ ഈ ഷോപ്പിന് മുമ്പിൽ മാത്രം ലൈറ്റേ ഉള്ളൂ, അല്ലാതെ മറ്റേ പോസ്റ്റ് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പുറ സൈഡും കുറേ കഫകളുണ്ട്. ഇവിടെ മുഴുവനും ഫുഡ് സ്ട്രീറ്റാണ്. മൊത്തത്തിൽ ഫുള്ള് തൂക്കിട്ട്. രസം എന്ന് വെച്ചാൽ ഫുള്ള് തൂക്കിയിട്ടിരിക്കുക. ചിക്കനും അതും ഇതൊക്കെ ഇവിടെയും കണ്ട. ഞങ്ങൾ ഇന്നലെ ഫുഡ് കഴിച്ച ഹോട്ടലാണിത്, ന്യൂ ഡൽഹി. ഇവിടെ തന്നെ ഒന്ന് കയറാൻ കരുതി, എന്നിട്ട് വേറെ സ്ഥലത്ത് കഴിഞ്ഞിട്ട് കയറാൻ കരുതി. ചിക്കനൊക്കെ ഫുള്ള് തൂക്കിയിട്ടേക്കും. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ചിക്കനൊക്കെ തൂങ്ങി ആടുന്നുണ്ട്. മസാല ഇട്ട് ചിക്കൻ പറഞ്ഞാൽ സാധനം അപ്പോൾ സെറ്റാവും സ്പോട്ടിൽ. നമ്മുടെ സോസും ഇതൊക്കെയല്ലേ, അതിന് പകരം ഈ സാധനങ്ങളാണ്. ഇതും പിന്നെ ഒരു മുളകിൻ്റെ ഒരു സാധനം, അത് മിക്സ് ഇട്ടിട്ടാണ് ഇതാക്കുന്നുള്ളത്. ബട്ടർ ചിക്കൻ ഐറ്റംസ് ഉണ്ട്, മട്ടൺ ഐറ്റംസ് ഉണ്ട്, പിന്നെ തന്തൂരി ഐറ്റംസ്, വെജിറ്റേറിയൻ പല ഐറ്റംസ്, വെജ് റൈസ് കുറേയുണ്ട്. ബട്ടർ ചിക്കൻ ഹാഫ് ഇത് റൊട്ടി വന്ന് പ്ലേറ്റും വന്ന് മസാല മിക്സ്. അത് മിക്സ് ആക്കട്ടെ ഹർഷ, മിക്സ് ആക്കിയിട്ടുണ്ട്. ബട്ടർ ഈ പ്ലേറ്റ് ഇത്രയൊക്കെ ഉള്ളൂ ഒന്നിടാനുള്ളത്. ഇനി ഫുഡ് അടി, ബാക്കിയൊക്കെ പിന്നെ അടിയോടടി. फुल चिकन 500 बच्चे। ग्रेवी भी आएगा उसका साथ, ग्रेवी अलग से आता है, अलग से। पिछले पर दो റൊട്ടിക്കുള്ള സാധനം ഇവിടെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ പീസാക്കിയിട്ട് ഇപ്പം ആ കമ്പിയിൽ കോർത്തിട്ട് അത് വെക്കും.
ഫുള്ളും 500, ഹാഫിന് 350 അങ്ങനെ തോന്നും. ഇത് ഫുള്ളാണ് ഇപ്പോൾ. നല്ല ടേസ്റ്റി ഫുഡ്. കറിയൊക്കെ അത്യാവശ്യം സ്പൈസി, ഓവറല്ല. പക്ഷേ ഈ തണുപ്പിൽ നല്ലോണം അറിയുന്നുണ്ട്. അതാ മുട്ടായി. അതുവരെ ഹോട്ടലിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതന്നെ തിന്നുന്നുണ്ട് ഒരു 10 രൂപ മുട്ടായി ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. നല്ല മധുരമുണ്ട്. ഫുൾ എടുത്ത് അതിലിട്ട് जस्ट पीस कर अब नहीं मिले ला प्लेट दे ऐसे ही इधर है क्या ये सही में क्या ये ऐसा इधर है क्या है हाँ वही ऐसा सेम इधर है क्या वो 500 ലിസാനിൽ ഒനാക്കുന്നുള്ളേ. ഇതിന്റെ പേരെന്തല്ലോ? ഇങ്ങനെ കാണിച്ചാൽ മതി പേര് ഇങ്ങനെ ചിക്കൻ ഫുള്ള്. इसका नाम क्या है? तंदूरी फ्राई करके लिया है സാധനം റെഡി കേട്ടോ. തന്തൂരി